തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണ്. തിരുവനന്തപുരം തെക്കൻ മേഖലയിലെ ഏക ജനറൽ ആശുപത്രിയായ ഇവിടെ ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് ചികിത്സയ്ക്കായി എത്തുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഇരുനില കെട്ടിടമാണിത്. വിണ്ടുകീറിയ ചുമരുകൾ, സിമന്റ് അടർന്നു വീണ പകുതിയിലധികം പുറത്തേക്കുന്തി നിൽക്കുന്ന തുരുമ്പിച്ച കമ്പികൾ, അടർന്നു തൂങ്ങിയ ജനാലകൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത ഈ ദയനീയാവസ്ഥയെ ഒറ്റവാക്കിൽ അപകടം പതിയിരിക്കുന്ന കെട്ടിടമെന്നേ പറയാനാകൂ. പ്രവർത്തനമാരംഭിച്ച് 120 വർഷം മുതൽ 60 വർഷം വരെ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും കഴിയുന്നുണ്ടെന്നാണ് ആരോപണം. രോഗികൾക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശന വിലക്കുണ്ടെങ്കിലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കെട്ടിടത്തിന് താഴെയാണ്. ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ വലിയ അപകടം പതിയിരിക്കുന്നെന്നാണ് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു പറഞ്ഞു. ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിക്കാവുന്ന തരത്തിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ MLAയും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തും ഒന്നും ഇത് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ആരോഗ്യ മേഖലയിൽ 1-ാം നമ്പർ എന്നാണ് കേരളത്തെ പറയുന്നത്. പാവപ്പെട്ടവനാണല്ലോ ഇവിടെ ചികിത്സ നേടിയെത്തുന്നത്. ആ പാവപ്പെട്ടവൻ ഇവിടെ വന്നാൽ അവന് ഇവിടെ ചികിത്സ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ കൂട്ടിരിപ്പുകാർക്കോ ആ രോഗിക്കോ ഇവിടെ മനസമാധാനത്തിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ സാധിക്കുമോ? കോവിഡ് സമയത്ത് രോഗികളെ പരിചരിക്കാൻ ഐസൊലേഷൻ വാർഡാക്കിയ 2 നില കെട്ടിടമാണ് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് വാർഡും പവർ ലാൻഡറിയും മന്ദരോഗ സാന്ത്വന പരിചരണ ക്ലിനിക്കിന്റെയും സമീപത്തായാണ് തകർച്ചയിലായ ഈ കെട്ടിടവും. വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.